നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു കോമൺ കൺസേൺ ആണ് കെമിക്കൽ ഫ്രീ പ്രൊഡക്ട്സ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്ന വായു പോലും കെമിക്കലാണ്, ഓക്സിജൻ എന്ന് പറയുന്നത്. കുടിക്കുന്ന വെള്ളം ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടുള്ള H2O ആണ്. നമ്മൾ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ എമൾസിഫയേഴ്സ് ഉണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അതിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡ് ബേസ് pH മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ കയ്യിലുള്ളൊരു പ്രൊഡക്ട്സ് ഇത്ര കാലം കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലില്ലാതെ നാച്ചുറൽ നട്ട് അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഓവർ ദ കൗണ്ടർ പോലെ ഓവർ ദ ഇൻസ്റ്റാ മാർക്കറ്റിംഗ് പോലെയാണ് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് വരാൻ. ഒരു ബ്രാൻഡഡ് ആയിരിക്കില്ല. അപ്പോൾ അവരത് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് അത് വന്ന സാധനം എത്ര കാലം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ അത് കണ്ടാമിനേഷൻ വന്നിട്ട് ഉപയോഗിച്ചിട്ട് പിമ്പിൾ വരുന്ന രീതിയിൽ പേഷ്യൻസ് വരാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഫോർമുലേഷൻസ് ആണ് പ്രശ്നം. അതിലുള്ള കണ്ടന്റ് കെമിക്കലാണോ അതല്ല വിഷയം. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മറ്റ് ഫോർമുലേഷൻസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, അത് നല്ല രീതിയിലാണ് കോൺസെൻട്രേഷനൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി. അത് ഒരു നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിന് പോയി കഴിഞ്ഞാൽ അവരെന്തായാലും ഇതൊക്കെ അറിയുന്ന ഒരാളാണല്ലോ. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ട ഒരു ഇൻഫ്ലുവൻസർ ഒന്ന് പറയും, മറ്റൊരു ഇൻഫ്ലുവൻസർ വേറെ പറയും, അതിനുശേഷം അവർ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒരു പ്രൊമോഷൻ ഒരു കോഡ് പറയും. അങ്ങനെയല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് പ്രോഡക്ട്സുകൾ അതിൻ്റെ കണ്ടന്റ് നോക്കി നല്ലൊരു ആക്റ്റീവ് ഫോർമുലേഷനൊക്കെ നല്ലതാണ്, അത് കണ്ടതിന് ശേഷം യൂസ് ചെയ്യുക. മറ്റതൊക്കെ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ട് മനസ്സിലാക്കുക.